ഇനി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ എന്തൊക്കെയാവും മാറ്റങ്ങൾ ഉണ്ടാവുക? അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ ലീഗ് ഒരു അപ്പർ ഹാൻഡ് എടുക്കുമോ, അല്ലെങ്കിൽ ലീഗ് ഒരു മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുമോ? ഇങ്ങനെ പല പല ചർച്ചകൾ പല സ്ഥലത്തു നിന്ന് ഉയരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുകയാണ് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. UDFൽ മുഖ്യമന്ത്രി പദവിക്ക് അർഹത കോൺഗ്രസിന് തന്നെയാണ്. കഴിവുള്ള ഒന്നിലേറെ പേർ കോൺഗ്രസിലുണ്ട്. ലീഗ് ഒരിക്കലും മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ട ഒരു തർക്കത്തിനുണ്ടാവില്ലെന്നും CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായത് അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണെന്നും ഫിറോസ് പറഞ്ഞു. PK കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടും എന്ന തരത്തിലൊരു പ്രചാരണം ഉണ്ടായിരുന്നു. അതിൽ ഒരു വസ്തുതയും ഇല്ലെന്നും ഫിറോസ് പറഞ്ഞു. ന്യൂസ് 18ന്റെ Q18 അഭിമുഖത്തിലായിരുന്നു ഫിറോസിന്റെ പ്രതികരണം. CHന് ശേഷം അങ്ങനെ ഒരു ലീഗ് നേതാവ് മുഖ്യമന്ത്രി പദത്തിലേക്ക് വന്നിട്ടില്ല. ലീഗിലെ ഒരു പ്രധാനപ്പെട്ട നേതാവോ അങ്ങനെ വേണം അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ എന്ന് ആഗ്രഹിക്കുന്ന അണികൾ ഉണ്ടാവില്ലേ പാർട്ടിയിൽ? അല്ല, അണികൾക്ക് ആഗ്രഹം ഉണ്ടാവാതിരിക്കാം. പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് ആവശ്യപ്പെട്ടിട്ടല്ല CH മുഖ്യമന്ത്രിയായത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ആവശ്യം ലീഗ് ഉന്നയിക്കുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് സമീപകാലത്ത് അതുമായി ബന്ധപ്പെട്ടൊരു സംസാരം ഉണ്ടായപ്പോൾ തന്നെ സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അത് വളരെ വ്യക്തമായി പറഞ്ഞതാണ്. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുക മുഖ്യമന്ത്രി പദവി ലീഗിന് വേണമെന്നൊരു ആവശ്യം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. PK കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി പദവിക്ക് യോഗ്യനാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മുതിർന്ന ലീഗ് നേതാവ് ആ സ്ഥാനത്തേക്ക് വരണം എന്ന് ലീഗ് ആഗ്രഹിക്കുന്നില്ല എന്നുകൂടിയാണോ? അങ്ങനെയല്ല, UDFനകത്ത് എല്ലാ കക്ഷികൾക്കും വേണമെങ്കിൽ മുഖ്യമന്ത്രിയാവാം. പക്ഷേ എപ്പോഴും മുഖ്യമന്ത്രി പദവിയിലേക്ക് വരാറുള്ളത് UDFനകത്ത് ഏറ്റവും വലിയ കക്ഷിയാണ്, അത് കോൺഗ്രസ് ആണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് അന്ന് CH മുഹമ്മദ് കോയ സാഹിബ് മുഖ്യമന്ത്രി പദവിയിലേക്ക് വന്നത്. അതല്ലാതെ UDF അധികാരത്തിൽ വന്ന സമയങ്ങളിലെല്ലാം അതിനകത്ത് പ്രധാനപ്പെട്ട കക്ഷി എന്ന നിലക്ക് ലീഗ് മുഖ്യമന്ത്രി പദവി വേണം എന്ന ആവശ്യം ഒരിക്കലും ഉന്നയിച്ചിട്ടില്ല. UDFനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് തന്നെയാണ് അതിനകത്ത് വരേണ്ടത്. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ കോൺഗ്രസ് തന്നെയാണ് മുഖ്യമന്ത്രി പദവിക്ക് തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും. കോൺഗ്രസ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി പദവിയിൽ ഉണ്ടാവുക. കാരണം അവരാണ് ഏറ്റവും വലിയ കക്ഷിയായി. കോൺഗ്രസ് ആണ് കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത്. കോൺഗ്രസ് കൂടുതൽ സീറ്റിൽ ജയിച്ചാൽ മാത്രമാണ് UDF അധികാരത്തിൽ വരിക. സ്വാഭാവികമായും കോൺഗ്രസ് ആണ് മുഖ്യമന്ത്രി പദവിയിൽ ഉണ്ടാവുക. ആ തരത്തിലുള്ള ഏതെങ്കിലും ഒരു അവകാശവാദം ഒരിക്കലും ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല. ഒരു അവകാശവാദം ഉന്നയിച്ച് ഏതെങ്കിലും നിലക്കുള്ള ഒരു തർക്കം UDFനകത്ത് ഉണ്ടാക്കാൻ മുസ്ലിം ലീഗ് ഉണ്ടാവില്ല. PK കുഞ്ഞാലിക്കുട്ടി പോലെ ഒരാൾ അതല്ലാതെ ഇപ്പോൾ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രിസഭയിൽ അല്ലാതെ നിൽക്കാം, അദ്ദേഹത്തെക്കാളും സീനിയറിറ്റി കുറഞ്ഞ ആൾക്കാർ മുഖ്യമന്ത്രി ആയാലും അങ്ങനെ ഒരു വിഷയമൊന്നും ലീഗിൻ്റെ മുന്നിലില്ല. അങ്ങനെയുള്ള വിഷയമൊന്നും ലീഗിനില്ല. ഇപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനായി നിൽക്കുമ്പോൾ തന്നെ ഉപനേതാവായിട്ടല്ലേ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇരിക്കുന്നത്. അതിനകത്തൊന്നും പ്രശ്നമൊന്നുമില്ല. സീനിയോറിറ്റിയുടെ പ്രശ്നമൊന്നും അതിനകത്തില്ല. പരിചയസമ്പന്നരായിട്ടുള്ള കഴിവുള്ള ആളുകളൊക്കെ കോൺഗ്രസിനകത്തുണ്ട്. അതിനകത്ത് ലീഡ് ചെയ്യാൻ പറ്റാവുന്ന ഒന്നിലധികം ആളുകൾ കോൺഗ്രസിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം ഇന്ന് രാവിലെ 8:30-ക്കും ഇന്ന് രാത്രി 9 മണിക്കും ന്യൂസ് 18ൽ കാണാം.